നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പിറവി കണ്ടു. കേരളത്തിൽ നബിദിനം സെപ്റ്റംബർ 5-ന്. ഇന്ന് റബീഉൽ അവൽ മാസപ്പിറവി കേരളത്തിൽ പലയിടങ്ങളിലും ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം. സംയുക്ത കാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുദ്ദീൻ ബുഖാരി എന്നിവരാണ് പ്രഖ്യാപനം നടത്തിയത്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തുൾപ്പെടെ മാസപ്പിറവി കണ്ടതോടെയാണ് അടുത്ത മാസം സെപ്റ്റംബർ 5-ന് നബിദിനം എന്നതിൽ ഔദ്യോഗിക അറിയിപ്പ് നൽകിയിരിക്കുന്നത്. CPM-ലെ കത്ത് വിവാദം. വക്കീൽ നോട്ടീസ് അയച്ച് തോമസ് ഐസക്. CPM-മായി ബന്ധപ്പെട്ട് ഉയർന്ന കത്ത് ചോർച്ച വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പിന്നാലെ നിയമ നടപടിയുമായി കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കും. ബിനാമി എന്നടക്കം തന്നെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദിന് ഐസക് വക്കീൽ നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് വിവേക് മേനോൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. 7 ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുമെന്നാണ് നോട്ടീസിലുള്ളത്. UK വ്യവസായിയും CPM പ്രതിനിധിയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരായി മുഹമ്മദ് ഷർഷാദ് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി പുറത്തുവന്നത് വിവാദമായിരുന്നു. രാജേഷ് കൃഷ്ണയുടെ ബിനാമി എന്നുള്ള ആരോപണം തള്ളിയ ഐസക് ഷർഷാദിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പെരുമ്പുന്നയിൽ ട്രാവലർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്ക്. ഗുണ്ടൽപേട്ടിൽ പോയി മടങ്ങി വരികയായിരുന്ന കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കണ്ണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു അപകടം നടന്നത്. പാലപ്പുഴ പെരുമ്പുന്ന മലയോര ഹൈവേയിലാണ് സംഭവം. റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് താഴ്ചയിലേക്ക് ട്രാവലർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. തലകീഴായിട്ടാണ് വാഹനം മറിഞ്ഞത്. പിന്നീട് ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്വത്ത് തർക്കം. അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകൻ. എറണാകുളം കളമശ്ശേരിയിൽ അച്ഛനെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കളമശ്ശേരി വട്ടേക്കുന്ന മുഹമ്മദ് അലിയെയാണ് മകൻ കഴുത്തിൽ വെട്ടിയത്. ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് അലിയുടെ പരിക്ക് ഗുരുതരമല്ല. സ്വത്ത് തർക്കമാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട കോൺഗ്രസ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർണായക തീരുമാനം. രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. MLA സ്ഥാനത്ത് തുടരുന്നത് തടസ്സമില്ല. രാഹുൽ വിവാദം അവസാനിപ്പിക്കാനും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും ഇതല്ലാതെ മറ്റ് മാർഗങ്ങളിൽ എന്ന വിലയിരുത്തലാണ് തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കും ഇനി മത്സരിക്കാനായി പാർട്ടി സീറ്റ് നൽകില്ല. പാർട്ടി അംഗം അല്ലാത്ത ഒരാളോട് MLA സ്ഥാനം ഒഴിയാൻ പറയാൻ കഴിയില്ലെന്ന വാദം മുന്നോട്ട് വയ്ക്കും. കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചിച്ചാണ് തീരുമാനം.